ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കുന്നത് വാർ എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ബൈ ലൂജി പിരാന്തലോ. അപ്പോൾ നമുക്ക് ആദ്യം റൈറ്ററെ കുറിച്ച് നോക്കാം. ലൂജി പിരാന്തലോ 1867-1936 വാസ് എൻ ഇറ്റാലിയൻ ഡ്രമാറ്റിസ്റ്റ്, നോവലിസ്റ്റ്, പോയറ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ. അദ്ദേഹം എന്തൊക്കെയായിരുന്നു? ഒരു ഡ്രമാറ്റിസ്റ്റ് ആയിരുന്നു, നോവലിസ്റ്റ് ആയിരുന്നു, പോയറ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ഒക്കെ ആയിരുന്നു. വിത്ത് 6 ക്യാരക്ടേഴ്സ് ഇൻ സെർച്ച് ഓഫ് ആൻ ഓതർ. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ് 1921. ഹി ബിക്കെയിം എ വെൽ നോൺ ഇന്നോവേറ്റർ ഇൻ മോഡേൺ ഡ്രാമ. മോഡേൺ ഡ്രാമയിലെ ഫേമസ് ആയിട്ടുള്ളൊരു ഇന്നോവേറ്റർ ആയിരുന്നു. ഹി വാസ് അവാർഡഡ് ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1934. 1934 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിരാന്തലോസ് വർക്ക് ഇൻക്ലൂഡഡ് നോവൽസ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ഷോർട്ട് സ്റ്റോറീസ്. അദ്ദേഹത്തിൻ്റെ വർക്കുകൾ നോവൽസ് ആയിട്ടും ഷോർട്ട് സ്റ്റോറീസ് ആയിട്ടായിരുന്നു അദ്ദേഹം ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. He also wrote a large number of plays which were published between 1918 and 1935 under the collective title of Mashrai's Nude. അപ്പോൾ എന്താ, 1918-നും 1935-നും ഇടയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലേസ് ഒക്കെ പബ്ലിഷ് ചെയ്തത്. എന്താ, അതിനൊരു ടൈറ്റിൽ ഉണ്ടായിരുന്നു, മാഷറെ ന്യൂഡ്. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ഇതിനകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, യുദ്ധത്തിന് പോയ ഒരു മകൻ്റെ മാതാപിതാക്കൾ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയാണ്. ഓക്കെ. The passengers who had left Rome by the night express had to stop until dawn at the small station of Fabriano. Then they needed to continue their journey by the old-fashioned local train to Salmona. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? കുറച്ച് പാസഞ്ചേഴ്സ് റോമിൽ നിന്ന് വന്ന് ഇപ്പോൾ ഉള്ളത് എവിടെ? ഫെബ്രിയാനോയിലുള്ള അവർ രാവിലെ വരെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അടുത്ത സൽമോണയിലേക്ക് പോകുന്ന അടുത്ത ഒരു ലോക്കൽ ട്രെയിനിന് വേണ്ടി. ഓക്കെ. അറ്റ് ഡോൺ എന്ന് പറഞ്ഞാൽ പ്രഭാതം. ഇനി സ്റ്റഫി ആൻഡ് സ്മോക്കി സെക്കൻഡ് ക്ലാസ് ക്യാരേജ്. സ്റ്റഫി എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടുന്ന, സ്മോക്കി പുക നിറഞ്ഞ. അപ്പോൾ സെക്കൻഡ് ക്ലാസ് ക്യാരേജിനെ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. വിച്ച് എ ഫ്യൂ പീപ്പിൾ ഹാഡ് ഓൾറെഡി സ്പെൻഡ് ദ നൈറ്റ്. കുറച്ചധികം ആൾക്കാർ രാത്രി തന്നെ ഇതിനകത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. എ സ്റ്റൗട്ട് വിമൻ ഇൻ ഡീപ്പ് മോർണിംഗ് വാസ് ഹോയിസ്റ്റഡ് ഇൻ. സ്റ്റൗട്ട് എന്ന് വെച്ചാൽ തടിച്ച, മോർണിംഗ് എന്ന് വെച്ചാൽ വിലപിക്കുക, കരയുക, അങ്ങനെയൊക്കെയുള്ള അർത്ഥം. അപ്പോൾ ഒരു തടിച്ച ഫേസ് കണ്ട് നമുക്കറിയാം കരഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ഒരു സ്ത്രീ അതിനകത്തേക്ക് കയറുന്നുണ്ട്. ബിഹൈൻഡ് ഹെർ പഫിങ് ആൻഡ് മോൺ. പഫിങ് എന്ന് വെച്ചാൽ ബ്രീത്ത് ഹെവിലി, മോർണിംഗ് എന്ന് വെച്ചാൽ ഞെരുക്കം. ഫോളോവിഡ് ഹെർ ഹസ്ബൻഡ്. അപ്പോൾ ഈ തടിച്ച സ്ത്രീയുടെ പുറമെ ഒരാൾ കടന്നു വരുന്നുണ്ട്. അദ്ദേഹം ആരാണ്? ഈ സ്ത്രീയുടെ ഹസ്ബൻഡാണ്. ഇനി അയാളെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ് നമുക്ക് നോക്കാം. എ ടൈനി മാൻ, തിൻ ആൻഡ് വീക്ക്, ഹിസ് ഫേസ് ഡെത്ത് ആൻഡ് വൈറ്റ്, ഹിസ് ഐസ് വെയർ സ്മോൾ ആൻഡ് ബ്രൈറ്റ് ആൻഡ് ഹീ ലുക്സ് ഷൈ ആൻഡ് അൺഈസി. എന്താ പറയുന്നത്? അദ്ദേഹം ആരോഗ്യമുള്ള ആളൊന്നും അല്ല, ഒട്ടും വണ്ണമില്ലാത്ത വീക്കായിട്ടുള്ള ഒരു ശരീരത്തിന് ഉടമയാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ചെറിയ കണ്ണുകളാണുള്ളത്. പക്ഷെ അത് ബ്രൈറ്റാണ്, കാണാൻ ബ്രൈറ്റാണ്. ഓക്കെ. അദ്ദേഹം എന്താ കുറച്ച് ഷൈയോടെയാണ് അകത്തേക്ക് കയറി വന്നത്. ഹാവിങ് അറ്റ് ലാസ്റ്റ് ടേക്കൺ എ സീറ്റ്, ഹി പൊളൈറ്റ്ലി താങ്ക്ഡ് ദ പാസഞ്ചേഴ്സ് ഹു ഹാഡ് ഹെൽപ്ഡ് ഹിസ് വൈഫ്. അവസാനം എന്താ, കുറച്ച് സമയത്തിന് ശേഷം ഈ തൻ്റെ ഭാര്യയ്ക്ക് ഒരു സീറ്റ് കിട്ടുകയുണ്ടായി. അങ്ങനെ കിട്ടിയ സമയത്ത് അദ്ദേഹം മറ്റ് പാസഞ്ചേഴ്സിനോട് നന്ദി രേഖപ്പെടുത്തി. The passengers who had helped his wife by making room for her. Then he returned round to the women and politely enquired. അങ്ങനെ അതിനുശേഷം എന്താ, നമ്മുടെ ഇയാൾ തൻ്റെ ഭാര്യയോട് പൊളൈറ്റായിട്ട് വളരെ എന്താ സാവധാനത്തിൽ സംസാരിക്കുകയാണ്. അങ്ങനെ ചോദിക്കുകയാണ്, ആർ യു ഓൾ റൈറ്റ് ഡിയർ? എന്താ, നീ ഓക്കെ ആയോ? സീറ്റിൽ നീ കംഫർട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ദ വൈഫ് ഇൻസ്റ്റെഡ് ഓഫ് ആൻസറിങ് പുൾഡ് അപ്പ് ദ കോളർ ഓഫ് ഹെർ കോട്ട് ടു ഹൈഡ് ഹെർ ഫേസ്. തൻ്റെ ഭാര്യ അതിന് ഉത്തരം നൽകാൻ തയ്യാറായില്ല. അവരെന്താ ചെയ്തത്? അവരുടെ ആ കോട്ടിൻ്റെ കോളർ പിടിച്ച് മുഖം മറയ്ക്കാൻ ശ്രമിച്ചു. നാസ്റ്റി വേൾഡ് മട്ടേർഡ് ദ ഹസ്ബൻഡ് വിത്ത് സാഡ് സ്മൈൽ. മട്ടേർഡ് എന്ന് വെച്ചാൽ ഇപ്പം എന്താ, പിറുപിറുക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ എന്തൊരു നശിച്ച ലോകം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിറുപിറുക്കുകയാണ്. എന്താ, സാഡ് സ്മൈലാണ്, അദ്ദേഹത്തിന് ദുഃഖപൂരിതമായ ഒരു ചിരിയാണ് ഉള്ളത്. ആൻഡ് ഹി
felt it his duty to explain to his traveling companions that the poor woman was to be pitied. എന്താ പറയുന്നത്? കൂടുള്ള കമ്പാനിയൻസിനടുത്ത്, മറ്റു യാത്രക്കാരോട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയുക എന്നുള്ളത് ഒരു കടമയായിട്ട് തോന്നി. എന്താ പറയുന്നത് അവിടെ? ആ ദുഃഖിതയായ സ്ത്രീയോട് കുറച്ച് കരുണ കാണിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. The war was taking away from her their only son, a boy of 20. അപ്പം യുദ്ധം എന്ന് പറയുന്നത് അവരുടെ 20 വയസ്സുള്ള ഏകനായ ഒരു ആൺകുട്ടിയെ കൊണ്ടുപോയി എന്നാണ് അവർ പറയുന്നത്. ബോത്ത് ഓഫ് ദം ഹാഡ് ഡിവോട്ടഡ് ദെയർ എൻറ്റയർ ലൈഫ് ടു ഹിം. അവർ രണ്ടുപേരുടെയും, ആ അച്ഛൻ്റെയും അമ്മയുടെയും ലൈഫ് എന്ന് പറയുന്നത് തൻ്റെ മകനു വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദേ ഹാഡ് ഈവൻ ബ്രോക്കൺ അപ്പ് ദെയർ ഹോം അറ്റ് സൽമോണ ടു ഫോളോ ഹിം ടു റോം. അങ്ങനെ അവരുടെ നാടായിട്ടുള്ള സൽമോണ ഉപേക്ഷിച്ചിട്ടാണ് ഇവർ റോമിലേക്ക് വന്നിട്ടുള്ളത്. വെയർ ഹീ ഹാഡ് ടു ഗോ ആസ് എ സ്റ്റുഡൻറ്റ്. എന്തുകൊണ്ട് അങ്ങനെ വന്നത്? മകൻ ഒരു വിദ്യാർത്ഥി ആയതുകൊണ്ട് അങ്ങനെ അവർക്ക് വരേണ്ടി വന്നു. ദേ അലൗഡഡ് ഹിം ടു വോളണ്ടിയർ ഫോർ വാർ വിത്ത് ആൻ അഷുറൻസ്. അഷുറൻസ് എന്ന് വെച്ചാൽ ഉറപ്പ് നൽകുക. വോളണ്ടിയർ എന്ന് വെച്ചാൽ വാറിലൊക്കെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾ, സന്നദ്ധ പ്രവർത്തകൻ എന്നൊക്കെ പറയില്ലേ, അത്. They allowed him to volunteer for war with an assurance that for at least 6 months he would not be sent to the war front. എന്താ പറയുന്നത്? ഒരു 6 മാസത്തേക്ക് യുദ്ധത്തിൽ ഇവൻ്റെ ഈ കുട്ടിയുടെ സേവനം വേണം. എന്നാൽ അവനെ വാറിലേക്ക് ഇറക്കി വിടില്ല എന്ന് പറയുന്നുണ്ട്. And now all of a sudden they received a wire from him saying that he was due to leave in 3 days time. പെട്ടെന്ന് തന്നെ അവർക്കൊരു സന്ദേശം, മെസ്സേജ് വരികയാണ്. വയർ മീൻസ് മെസ്സേജ് വരികയാണ്. 3 ദിവസത്തിനുള്ളിൽ പോകണമെന്ന്, വാർ ഫ്രണ്ടിലേക്ക് 3 ദിവസത്തിനുള്ളിൽ പോകണമെന്നും പറഞ്ഞ് മകൻ്റെ മെസ്സേജ് വരുന്നുണ്ട്. They were now going to see him off. അങ്ങനെ അവനെ യാത്രയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പോകുന്നത്. ദ വുമൺ വാസ് ട്വിസ്റ്റിംഗ് ആൻഡ് റിഗ്ലിംഗ്. ട്വിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വളച്ചൊടിക്കൽ, റിഗ്ലിംഗ് എന്ന് വെച്ചാൽ പുളയുക. അറ്റ് ടൈംസ് ഗ്രൗളിംഗ് ലൈക്ക് എ വൈൽഡ് ആനിമൽ. ഗ്രൗളിംഗ് എന്ന് വെച്ചാൽ മുരളുക. അപ്പോൾ നമ്മുടെ ഈ സ്ത്രീ വൈൽഡ് ആനിമലെ പോലെ, വന്യമൃഗത്തെ പോലെ അവിടെ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഷീ ഫെൽറ്റ് സർട്ടൻ ദാറ്റ് ഓൾ ദോസ് എക്സ്പ്ലനേഷൻ വുഡ് നോട്ട് ഹാവ് അറൗസ്ഡ് ഈവൻ എ ഷാഡോ ഓഫ് സിമ്പതി ഫ്രം ദോസ് പീപ്പിൾ. നമ്മളിനി എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല, ഇവരിൽ നിന്ന് ഒരു സിമ്പതിയും ഒരു കരുണയോ ദയയോ അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുതെന്ന് പറയുന്നു. ദേ വെയർ ഓൾ മോസ്റ്റ് ലൈക്ലി ഇൻ ദ സെയിം പ്ലൈറ്റ്. പ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ദുരവസ്ഥ. സെയിം പ്ലൈറ്റ് ആസ് ഹർസെൽഫ്. നമ്മളെപ്പോലെ തന്നെ ഇവരെല്ലാവരും ഈ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവരാണെന്ന് അവർ പറയുന്നു. വൺ ഓഫ് ദം ഹു ഹാഡ് ബീൻ ലിസണിങ് വിത്ത് പർട്ടിക്കുലർ അറ്റൻഷൻ സെഡ്. അതിലൊരാൾ ഇവർ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നുവെന്ന് ഇവർക്ക് മനസ്സിലായി. യു ഷുഡ് താങ്ക് ഗോഡ് ദാറ്റ് യുവർ സൺ ഈസ് ലീവിങ് ഫോർ ദ ഫ്രണ്ട് ഓൺലി നൗ. നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയുകയാണ് വേണ്ടത്. കാരണം നിങ്ങളുടെ മകൻ ഇപ്പോൾ അങ്ങോട്ട് വാർ ഫ്രണ്ടിലോട്ട് പോയിട്ടല്ലേ ഉള്ളൂ. മൈൻ ഹാഡ് ബീൻ സെൻഡ് ദയർ ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വാർ. ഞാനൊക്കെ എൻ്റെ യുദ്ധത്തിൻ്റെ ആദ്യ ദിവസം തന്നെ പോയിട്ടുള്ളതാണ്. ഹി ഹാസ് ഓൾറെഡി കം ബാക്ക് ട്വൈസ് വൂണ്ടഡ് ആൻഡ് ബീൻ സെൻഡ് ബാക്ക് അഗെയിൻ ടു ദ വാർ ഫ്രണ്ട്. അങ്ങനെ പോയ സമയത്ത് എനിക്ക് 2 പ്രാവശ്യം വൂണ്ടെന്ന് വെച്ചാൽ മുറിവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഞാൻ വീണ്ടും അങ്ങോട്ടേക്ക് പോകുകയാണ്. വാട്ട് അബൌട്ട് മീ? ഐ ഹാവ് 2 sons and 3 nephews അറ്റ് ദ ഫ്രണ്ട് സെഡ് അനദർ പാസഞ്ചർ. ഇനി നമുക്ക് വേറൊരു പാസഞ്ചർ എന്താ പറയുന്നത്? എൻ്റെ 2 മക്കളും 3 മരുമക്കളും വാർ ഫ്രണ്ടിലാണ് ഉള്ളത്. മേ ബി ബട്ട് ഇൻ അവർ കേസ് ഇറ്റ്സ് അവർ ഓൺലി സൺ വെഞ്ചേർഡ് ദ ഹസ്ബൻഡ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ അവരുടേതായ അനുഭവങ്ങൾ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് വെഞ്ചേർഡ് എന്ന് വെച്ചാൽ അൺപ്ലസൻറ്റ്, ഒരു സന്തോഷവും ഇല്ലാതെ നമ്മുടെ ഈ ഹസ്ബൻഡ് പറയുകയാണ്, ഞങ്ങൾക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ എന്ന്. വാട്ട് ഡിഫറൻസ് ക്യാൻ ഇറ്റ് മേക്ക്? യു മേ സ്പോയിൽ യുവർ ഓൺലി സൺ ബൈ എക്സസീവ് അറ്റൻഷൻ. എക്സസീവ് അറ്റൻഷൻ എന്ന് വെച്ചാൽ അമിത കെയർ കൊടുക്കുക.
അപ്പോൾ നിങ്ങൾക്കൊരു മകനെ ഉള്ളത് അപ്പോൾ നമുക്കൊരു മകനെ ഉള്ളത് കൊണ്ട് അതിനനുസരിച്ച് നമ്മൾ സ്നേഹിക്കുമല്ലോ. ബട്ട് യു കനോട്ട് ലവ് ഹിം മോർ ദാൻ യു വുഡ് ലവ് ഓൾ യുവർ അതർ ചിൽഡ്രൻ ഇഫ് യു ഹാഡ് എനി. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കെയർ ചെയ്യത്തുള്ളൂ. പേരൻ്റൽ ലവ് ഈസ് നോട്ട് ലൈക്ക് ബ്രെഡ് ദാറ്റ് ക്യാൻ ബി ബ്രോക്കൺ ഇൻ പീസസ് ആൻഡ് സ്പ്ലിറ്റ് എമംഗ്സ് ദ ചിൽഡ്രൻ ഇൻ ഈക്വൽ ഷെയർ. അപ്പോൾ പേരൻ്റൽ ലവ്, രക്ഷിതാക്കളുടെ സ്നേഹം എന്ന് പറയുന്നത് എല്ലാ മക്കൾക്കും ഒരേപോലെ കൊടുക്കേണ്ടതാണെന്ന് പറയുന്നു. A father gave all his love to each one of his children without discrimination. ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചാൽ വേർതിരിവ്. ഒരു അച്ഛനോ അല്ല അമ്മയോ ആരോ ആയിക്കോട്ടെ, അവർ മക്കളെ ഈക്വലായിട്ട്, എത്ര മക്കളുണ്ടോ ആ മക്കളെല്ലാം ഈക്വലായിട്ട് ഒരു വേർതിരിവും കാണിക്കാതെ സ്നേഹിക്കണമെന്ന് പറയുന്നു. വെദർ ഇറ്റ് ബി 1 or 10, ഒന്നായാലും 10 If I am suffering now for my 2 sons, I am not suffering half for each of them but double. എന്താ, നിങ്ങൾ ഓരോരുത്തരും ദുഃഖിച്ചിരിക്കുന്നതിൻ്റെ ഇരട്ടി ദുഃഖത്തിലാണ് ഞാൻ എന്ന് ഒരാൾ പറയുന്നുണ്ട്. ട്രൂ സൈഡ് ദ എംപ്രൈസ് ഹസ്ബൻഡ്. എംപ്രൈസ് എന്ന് വെച്ചാൽ ലജ്ജിതനായ. ബട്ട് സപ്പോസ് എ ഫാദർ ഹാസ് 2 sons at the front and he loses. അപ്പോൾ എന്താ, ലജ്ജിച്ചുകൊണ്ട് ആ ഹസ്ബൻഡ് ഇനി സംസാരിക്കുകയാണ്. One of them there is still one left to console him, while yes answered the other, getting cross. A son left to console him, but also a son left for whom he must survive in distress. അപ്പോൾ എന്താ, ഒന്നിൽ കൂടുതൽ മക്കളൊക്കെ ഉള്ള പേരൻസിനാണെങ്കിൽ ഒരാൾ പോയാലും അയാളുടെ ദുഃഖം മറയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള മക്കൾ സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. ഡോണ്ട് യു സീ ഹൗ മൈ കേസ് വുഡ് ബി വേഴ്സ് ദാൻ യുവേഴ്സ്. അപ്പോൾ എൻ്റെ കാര്യം നിങ്ങളുടെ കാര്യത്തെക്കാളും കഷ്ടമാണെന്ന് വേറൊരാൾ പറയുന്നു. നോൺസെൻസ് ഇൻ്ററപ്റ്റഡ് അനദർ ട്രാവലർ. അപ്പോൾ ഈ ഒരു സംഭാഷണത്തിൻ്റെ ഇടയ്ക്ക് കയറി ഒരാൾ സംസാരിക്കുകയാണ്. അയാൾ ആരാണെന്ന് നോക്കിക്കോളൂ. എ സ്റ്റൗട്ട് റെഡ് ഫേസ്ഡ് മാൻ വിത്ത് ബ്ലഡ് ഷോട്ട് ഐസ്. സ്റ്റൗട്ട് എന്ന് പറഞ്ഞത് തടിയുള്ള. അപ്പോൾ അദ്ദേഹത്തിന് നല്ല തടിയുണ്ട്, മാത്രമല്ല ഫേസ് റെഡ് കളറിലാണ് ഇരിക്കുന്നത്. ബ്ലഡ് ഷോട്ട് ഐസ്, കണ്ണുകളും വളരെ റെഡായിട്ടാണ് ഇരിക്കുന്നത്. ഹി വാസ് പാൻറ്റിങ്. അയാൾ ഇറുകിയായിരുന്നു അവിടെ ഇരുന്നിരുന്നത്. ഫ്രം ഹിസ് ബൾജിങ് ഐസ് സീം ടു സ്പേർട്ട് ഇന്നർ വയലൻസ് ഓഫ് ആൻ അൺകൺട്രോൾഡ് വൈറ്റാലിറ്റി. സ്പേർട്ട് എന്ന് വെച്ചാൽ കുതിച്ചു ചാടുക. അദ്ദേഹത്തിന് ഈ സംസാരമൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള വികാരമെല്ലാം പുറത്തു വരികയാണ്. നോൺസെൻസ്, ഹി റിപ്പീറ്റഡ്. ഡു വി ഗീവ് ലൈഫ് ടു അവർ ചിൽഡ്രൻ ഫോർ അവർ ഓൺ ബെനിഫിറ്റ്. അപ്പോൾ അയാൾ എടുത്തു ചാടിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ജന്മം നൽകിയത് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനാണോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ? ദ അതർ ട്രാവലേഴ്സ് സ്റ്റാർഡ് അറ്റ് ഹിം ഇൻ ഡിസ്ട്രസ്. സ്റ്റാർഡ് എന്ന് വെച്ചാൽ തുറച്ചു നോക്കുക. അപ്പോൾ മറ്റുള്ള യാത്രക്കാർ ഇയാളെ തുറച്ചു നോക്കി. ദ വൺ ഹു ഹാഡ് ഹിസ് സൺ അറ്റ് ദ ഫ്രണ്ട് സിൻസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വാർ സൈഡ്. അപ്പോൾ ആദ്യമായിട്ട് യുദ്ധമുഖത്തേക്ക് പോകേണ്ടി വന്ന മകനെക്കുറിച്ച് ഓർത്ത് ആ അച്ഛൻ നെടുവീർപ്പിടുകയാണ് ഉണ്ടായത്. യു ആർ റൈറ്റ്, താങ്കൾ പറയുന്നത് ശരിയാണ്. അവർ ചിൽഡ്രൻ ഡു നോട്ട് ബിലോങ്സ് ടു അസ്, ദേ ബിലോങ്സ് ടു ദ കൺട്രി. നമ്മുടെ മക്കൾ നമുക്കുള്ളതല്ല, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ളതാണ്. ബോഷ് റിട്രോട്ടഡ് എന്ന് വെച്ചാൽ തിരിച്ചടിക്കുക. ദ സ്റ്റൗട്ട് ട്രാവലർ, ആ തടിച്ച വണ്ണമുള്ള ആ മനുഷ്യൻ സംസാരിക്കാൻ തുടങ്ങി. ഡു വി തിങ്ക് ഓഫ് ദ കൺട്രി വെൻ വി ഗീവ് ലൈഫ് ടു അവർ ചിൽഡ്രൻ? വി ബിലോങ് ടു ദം ബട്ട് ദേ നെവർ ബിലോങ് ടു അസ്. എന്താ അദ്ദേഹം പറയുന്നത്? നമ്മൾ നമ്മുടെ മക്കൾക്ക് ജന്മം നൽകിയപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തിനെ കുറിച്ച് ആലോചിച്ചോ? വി ബിലോങ്സ് ടു ദം ബട്ട് ദേ നെവർ ബിലോങ്സ് ടു അസ്. നമുക്ക് അവരെ വേണം, പക്ഷേ അവർക്ക് നമ്മളെ വേണ്ട. ആൻഡ് വെൻ ദേ റീച്ച് 20 ദേ ആർ എക്സാക്ട്ലി വാട്ട് വി വെയർ അറ്റ് ദെയർ ഏജ്. നമ്മുടെ മക്കൾ 20 വയസ്സ് എത്തുന്ന സമയത്ത്, 20 വയസ്സിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരുന്നു നമ്മുടെ 20 വയസ്സിൽ ചെയ്തിരുന്നത്, അതേ കാര്യങ്ങളാണ് നമ്മുടെ മക്കളും ചെയ്യുന്നത്. നൗ അറ്റ് അവർ ഏജ് ദ ലവ് ഓഫ് അവർ കൺട്രി ഈസ് സ്റ്റിൽ ഗ്രേറ്റ്. ഇപ്പോഴും നമ്മുടെ ഈ ഒരു വയസ്സിലും നമ്മൾ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നില്ലേ?
ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. ബട്ട് സ്ട്രോങ്ങർ ദാൻ ഇറ്റ് ഈസ് ദ ലവ് ഓഫ് അവർ ചിൽഡ്രൻ. നമ്മുടെ മക്കളോടുള്ള സ്നേഹത്തെ കാട്ടി എത്രയും സ്ട്രോങ് ആണ് നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നു. ഈസ് ദെയർ എനിവൺ ഓഫ് us ഹിയർ ഹൂ വുഡിൻറ്റ് ഗ്ലാഡ്ലി ടേക്ക് ഹിസ് സൺസ് പ്ലേസ് അറ്റ് ദ ഫ്രണ്ട് ഇഫ് ഹീ കുഡ്? അപ്പോൾ എന്താ അയാൾ പറയുന്നത്? ഇപ്പോൾ നമ്മുടെ മക്കൾ ഓരോരുത്തരും വാർ ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്. അതേപോലെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് പോകാൻ കഴിയുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. There was a silence all around, everybody nodding as if to approve. The stout man continued. അപ്പോൾ എന്താ, ഇയാൾ പറയുന്നത് മാത്രമാണ് കേൾക്കുന്നത്, സൈലൻസ് ആണ്. ഇയാൾ പറയുന്നത് എല്ലാം ശരിയാണെന്ന് മറ്റാൾക്കാർ തലയാട്ടാൻ തുടങ്ങി. It is natural that at their age they should consider the love for their country even greater than their love for us. എന്താ, നമ്മൾ പണ്ട് നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിനെക്കാട്ടി കൂടുതൽ രാജ്യത്തെ സ്നേഹിച്ചതുപോലെ ഇപ്പം നമ്മുടെ മക്കളും നമ്മളെ സ്നേഹിക്കുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നു. അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. If country is natural necessity like bread, somebody must go to defend it. എന്താ, നമ്മുടെ രാജ്യത്തിന് നമ്മുടെ മക്കളെ പോലുള്ള അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ആൾക്കാരെ ആവശ്യമാണ്. അതിനുവേണ്ടി ആളുകൾ അങ്ങോട്ട് പോകുന്നുണ്ട്. രാജ്യസേവനത്തിന് വേണ്ടി ആളുകൾ പോകുന്നുണ്ട്. ആൻഡ് അവർ സൺസ് ഗോ. അതുപോലെ നമ്മുടെ മക്കളും മറ്റുള്ള ആൾക്കാർ പോകുന്നത് പോലെ നമ്മുടെ മക്കളും പോകുന്നു. When they are 20 and they do not want tears because if they die happy. എന്താ, അവരുടെ 20-ാം വയസ്സിൽ അവർ പോകുന്നു, സന്തോഷത്തോടെയാണ് പോകുന്നത്, കണ്ണീരോടെയല്ല. കാരണം എന്താ, ഇനി അഥവാ മരണപ്പെട്ടാലും രാജ്യത്തിന് വേണ്ടിയാണല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് അവർ പോകുന്നത്. Everyone should stop crying. Everyone should laugh as I do, or at least thank God as I do, because my son before dying send me a message. അപ്പോൾ എന്താ അദ്ദേഹം പറയുന്നത്? എല്ലാവരും കരച്ചിൽ നിർത്തി ചിരിക്കണം, എന്നെപ്പോലെ ചിരിക്കണം. എന്നിട്ട് ദൈവത്തിനോട് നന്ദി പറയണം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ മകൻ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് നോക്കാം. ഹി വാസ് ഡൈയിങ് സാറ്റിസ്ഫൈഡ് അറ്റ് ഹാവിങ് എൻഡഡ് ഹിസ് ലൈഫ് ഇൻ ദ ബെസ്റ്റ് വേ ഹി കുഡ് ഹാവ് വിഷ്ഡ്. എന്താ, അദ്ദേഹത്തിൻ്റെ മകൻ മെസ്സേജിലൂടെ പറഞ്ഞ കാര്യം എന്താ? ഞാൻ മരിക്കുന്നത് എൻ്റെ ജീവിതം തന്നെ പൂർണ്ണമാണ് എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ഞാൻ മരിക്കുന്നതിൽ എനിക്കൊരു വിഷമവും ഇല്ല, ഞാൻ അത്രയും സംതൃപ്തിയോടെയാണ് മരിക്കുന്നതെന്നാണ് ആ മെസ്സേജിലൂടെ വന്നത്. ദാറ്റ് ഈസ് വൈ ആസ് യു സീ ഐ ഡു നോട്ട് എവൻ വെയർ മോർണിംഗ്. അപ്പോൾ എന്താ, അതുകൊണ്ട് അങ്ങനെ ഒരു മെസ്സേജ്, ഹാപ്പി ആയിട്ടുള്ളൊരു മെസ്സേജ് വന്നതുകൊണ്ടാണ് ഞാനിപ്പോഴും കരയാതെ സന്തോഷത്തോടെ ഇരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. He shook his light phone coat as if to show it off. ഫോണെന്ന് വെച്ചാൽ ബ്രൗൺ അല്ലെങ്കിൽ ലൈറ്റ് യെല്ലോ ഷെയ്ഡൊക്കെ വരുന്ന കോട്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ കോട്ട് അവർക്ക് മുന്നിലേക്ക് ഷോ ഓഫ് ചെയ്തു, കാണിച്ചു. ഹിസ് ലിപ്സ് വെയർ ട്രംബ്ലിംഗ്, ഹിസ് ഐസ് വെയർ വാട്ടറി ആൻഡ് മോഷൻലെസ്. ഹി എൻഡഡ് വിത്ത് എ ഷ്രിൽ ലാഫ് വിച്ച് മൈറ്റ് വെൽ ഹാവ് ബീൻ എ സോബ്. എന്താ, അദ്ദേഹത്തിൻ്റെ ആ ഫേസിലുള്ള എക്സ്പ്രഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ ചുണ്ടൊക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിനൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിനൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണൊക്കെ നല്ലപോലെ നിറഞ്ഞിരുന്നു. എന്നിരുന്നാൽ കൂടിയും അദ്ദേഹത്തിൻ്റെ വിഷമമൊന്നും പുറത്ത് കാണിക്കാതെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഇരുന്നു. ക്വൈറ്റ് സോ എഗ്രീഡ് ദ അതേഴ്സ്. അപ്പോൾ മറ്റുള്ളവർ അത് കേട്ട് ശരി വെച്ചു. The woman, bundled in a corner, has been sitting and listening till he finished. അപ്പോൾ ഒരു മൂലയിൽ ഒരു സ്ത്രീ ഇരുന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു തീരുന്നത് വരെ എല്ലാ കാര്യങ്ങളും കേട്ടുകൊണ്ടിരുന്നു. For the last 3 months, she had been trying to find in the words of her husband and her friends something to console her. എന്താ, അവർ പറയുകയാണ്, കഴിഞ്ഞ 3 മാസമായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്നോ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നോ എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കിന് വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഷീ വാണ്ടഡ് സംതിങ് ദാറ്റ് മൈറ്റ് ഷോ ഹർ ഹൗ എ മദർ ഷുഡ് സെൻഡ് ഹർ സൺ ടു എ പ്രോബബിൾ ഡേഞ്ചർ ഓഫ് ലൈഫ്. എന്താ, ഒരു മകൻ, ആ മകനെ അപകടത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ
അമ്മ എന്ന നിലയിൽ തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ ആരെങ്കിലും അതിനൊരു ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഹർ ഗ്രീഫ് ഹാഡ് ബീൻ ഗ്രേറ്റർ ഇൻ സീയിങ് ദാറ്റ് നോബഡി ആസ് ഷീ തോട്ട് കുഡ് ഷെയർ ഹർ ഫീലിങ്സ്. അപ്പോൾ എന്താ, ഓരോരുത്തർ അവരവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ വിഷമം, എൻ്റെ ഫീലിങ്സ് ആർക്കും മനസ്സിലാവില്ല, അത് ആരോടും ഷെയർ ചെയ്യാനും കഴിയില്ല എന്ന് ആ സ്ത്രീ പറയുന്നു. ബട്ട് നൗ ദ വേർഡ്സ് ഓഫ് ദ ട്രാവലർ അമേസ്ഡ് ആൻഡ് ഓൾമോസ്റ്റ് സ്റ്റൺ ഹർ. അപ്പോൾ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ആളുടെ വാക്കുകൾ കേൾക്കുമ്പോഴത്തേക്ക് മറ്റുള്ള പാസഞ്ചേഴ്സിന് എന്താ ഒരു അത്ഭുതവും ഒരു ആകാംക്ഷയൊക്കെ നിറഞ്ഞ രീതിയിലായിരുന്നു അവർ കേട്ടുകൊണ്ടിരുന്നത്. ഷീ സഡൻലി റേസ്ഡ് ദാറ്റ് ഇറ്റ് വാസ് ഇൻ ദ അതേഴ്സ് ഹൂ വെയർ റോങ് ബട്ട് ഹെർസെൽഫ്. അപ്പോൾ അവിടെ ഇരുന്ന സ്ത്രീക്ക് മനസ്സിലായി മറ്റുള്ളവരല്ല, താനാണ് കുറ്റക്കാരി എന്നുള്ളത്. ഇറ്റ് വാസ് ഷീ ഹു കുഡ് നോട്ട് റൈസ് അപ് ടു ദ ഹൈറ്റ് ഓഫ് ദോസ് അതർ ഫാദേഴ്സ് ആൻഡ് മദേഴ്സ്. എന്താ, എന്നെപ്പോലെ അല്ല മറ്റുള്ള അച്ഛനമ്മമാർ, അവർ എന്നെക്കാട്ടി എത്രയോ മുകളിലാണ്. ദേ സീം to willing to resign themselves without crying not only to the departure of their son but even to their death. മക്കളുടെ മരണത്തിൽ അല്ലെങ്കിൽ അവരുടെ വേർപാടിൽ വിഷമം ഉണ്ടെങ്കിൽ തന്നെ അത് ഉള്ളിലൊതുക്കി പുറമേ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ് മറ്റുള്ള മാതാപിതാക്കൾ. ഷീ ലിഫ്റ്റഡ് ഹർ ഹെഡ് ആൻഡ് ബെൻഡ് ഓവർ ഫ്രം ഹർ കോർണർ. അങ്ങനെ ആ സ്ത്രീ തൻ്റെ തല താഴ്ത്തി ഒരു മൂലയിലേക്ക് മാറിയിരുന്നു. ഷീ വാസ് ട്രൈയിങ് ടു ലിസൺ വിത്ത് ഗ്രേറ്റ് അറ്റൻഷൻ ടു ദ ഡീറ്റെയിൽസ് വിച്ച് ദ സോട്ട് മാൻ വാസ് ഗിവിങ് ടു ഹിസ് കമ്പാനിയൻ. നമ്മുടെ സോട്ട് മാൻ മറ്റുള്ള കമ്പാനിയൻസ് അല്ലെങ്കിൽ മറ്റുള്ള പാസഞ്ചേഴ്സിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസൊക്കെ കേട്ടുകൊണ്ട് അവർ ഒരു മൂലയിൽ ഇരുന്നു. He was telling them the way his son had fallen as a hero for his country. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ മകൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഹീറോയെ പോലെ മരിച്ച കഥയാണ് പറയുന്നത്. ഹാപ്പി ആൻഡ് വിത്തൗട്ട് റിഗ്രറ്റ്. ഹാപ്പി ആയിട്ടാണ്, ഒരു വിഷമോ സങ്കടമോ ഒന്നും ഇല്ലാതെയാണ് ഹാപ്പി ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇറ്റ് സീംഡ് ടു ഹർ ദാറ്റ് ഷീ ഹാഡ് സ്റ്റംബിൾഡ് ഇൻ ടു ദ വേൾഡ് സോ ഫാർ അൺനോൺ ടു. സ്റ്റംബിൾഡ് എന്ന് വെച്ചാൽ ഇടറുക. അപ്പോൾ ഇതുവരെ അറിയാത്ത ഒരു ലോകത്തിലേക്ക് അവൾ ഇടറി വീഴുന്നതായിട്ട് അവൾക്ക് തോന്നി ഇദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ. ആൻഡ് ഷീ വാസ് സോ പ്ലീസ്ഡ് ടു ഹിയർ എവരി വൺ ജോയിനിങ് ഇൻ കൺഗ്രാജുലേറ്റിംഗ് ദാറ്റ് ബ്രേവ് ഫാദർ സോ സ്റ്റോയിക്കലി സ്പീക്കിംഗ് ഓഫ് ഹിസ് ചൈൽഡ് ഡെത്ത്. അപ്പം സ്വന്തം മകൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞ ആ ധീരനായ അച്ഛനെ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്, പ്രശംസിക്കുകയാണ് എല്ലാ ആൾക്കാരും. അത് കേട്ടോണ്ടാണ് അവരവിടെ ഇരിക്കുന്നത്. ദെൻ സഡൻലി ആസ് ഇഫ് വേക്കിംഗ് അപ്പ് ഫ്രം എ ഡ്രീം ഷീ ടേൺ ടു ദ ഓൾഡ് മാൻ ആസ്കിങ് ഹിം ദെൻ ഈസ് യുവർ സൺ റിയലി ഡെഡ്. അപ്പോൾ എന്താ, ആ സ്ത്രീ ഉറക്കത്തിൽ നിന്ന് ഉണർന്നുകൊണ്ട് ഇദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങളുടെ മകൻ യഥാർത്ഥത്തിൽ മരിച്ചോ എന്ന്. Everyone stared at her, the old man too turned to look at her. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന മറ്റുള്ള യാത്രക്കാർ അവളെ രൂക്ഷമായിട്ട് നോക്കി. അദ്ദേഹവും അവരെ നോക്കി. Her fixed his great bulging horrible watery eye deep in her face. നേരത്തെ അദ്ദേഹത്തിൻ്റെ ഫേസിനെ പറ്റിയൊക്കെ ഡിസ്ക്രൈബ് ചെയ്തായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ മുഖം അവളുടെ കണ്ണിലേക്ക് പതിച്ചു. ഫോർ സം ടൈംസ് ഹീ ട്രൈ ടു ആൻസർ ബട്ട് വേർഡ്സ് ഫെയിൽഡ് ഹിം. അപ്പോൾ അതിനുള്ള മറുപടി കൊടുക്കാൻ അയാൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഒരു വാക്ക് പോലും അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല. ഹീ ലുക്ക് ആൻഡ് ലുക്ക് അറ്റ് ഹർ. നോക്കുന്നതല്ലാതെ ഒരു അക്ഷരം പോലും മിണ്ടാൻ കഴിയുന്നില്ല. ഇറ്റ് വാസ് ആസ് ഇഫ് ഓൺലി ദെൻ അറ്റ് ദാറ്റ് സില്ലി ഇൻകോൺഗ്രസ് ക്വസ്റ്റ്യൻസ്. ഇൻകോൺഗ്രസ് എന്ന് വെച്ചാൽ പൊരുത്തമില്ലാത്ത, ഇത്രയും കേട്ടുകൊണ്ടിരുന്നിട്ടും ഒരു പൊരുത്തമില്ലാത്ത എന്ത് ക്വസ്റ്റ്യനാണ് ഇവർ ചോദിക്കുന്നതെന്ന് ചിന്തിക്കുകയാണ്. He had suddenly realized at last that his son was really dead, gone forever. അപ്പോൾ അങ്ങനെ ചോദിച്ച ആ സമയം, ആ മൊമെൻറ്റിൽ അദ്ദേഹം മനസ്സിലാക്കി തൻ്റെ മകൻ മരണപ്പെട്ടു, ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് അദ്ദേഹം വീണ്ടും തിരിച്ചറിഞ്ഞു. ഹിസ് ഫേസ് കോൺട്രാക്റ്റഡ് ആൻഡ് ബിക്കെയിം ഹൊറിബിളി ഡിസ്ട്രോട്ടഡ് എന്ന് വെച്ചാൽ വികൃതമായി, ഹൊറിബിൾ എന്ന് വെച്ചാൽ പേടിപ്പെടുത്തുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ മുഖം വികൃതമായി.
Then he snatched in haste an handkerchief from his pocket and, to the amazement of everyone, broken in harrowing, heart-breaking, uncontrollable sobs. Harrowing എന്ന് വെച്ചാൽ വേദനിപ്പിക്കുന്ന. അപ്പോൾ ഇത്രയും നേരം അദ്ദേഹം പിടിച്ചു നിന്നു. പക്ഷേ പെട്ടെന്ന് ഇങ്ങനൊരു ചോദ്യം കേട്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എല്ലാം പോയി. അദ്ദേഹം പോക്കറ്റിൽ നിന്ന് ഒരു ഹാൻഡ് കർച്ചീഫ് എടുത്ത് അദ്ദേഹത്തിൻ്റെ ടീയേഴ്സ് തുടയ്ക്കാൻ തുടങ്ങി, കണ്ണുനീര് തുടയ്ക്കാൻ തുടങ്ങി. അദ്ദേഹം വിങ്ങി പൊട്ടാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കൺട്രോള് ഫുള്ള് പോയി. അപ്പോൾ തൻ്റെ മകൻ മരിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് പുറമേ കാണിക്കാൻ അദ്ദേഹം താല്പര്യപ്പെട്ടിരുന്നില്ല. അത് ഉള്ളിലൊതുക്കി ജീവിക്കാനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നത്. പെട്ടെന്ന് അങ്ങനൊരു ചോദ്യം കേട്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ കൺട്രോൾ ഫുള്ള് പോയി. അദ്ദേഹം കരയാൻ തുടങ്ങിയെന്ന് പറയുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്